കായംകുളം മണ്ഡലം യു പ്രതിഭ MLA. യു പ്രതിഭയ്ക്ക് ഇത്തവണ വീണ്ടും സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. എന്തായാലും നമുക്ക് യു പ്രതിഭയുടെ സ്കോർ എത്ര എന്ന് ആദ്യം നോക്കി വരാം. കായംകുളം MLAക്ക് ജനങ്ങൾ എത്ര മാർക്കിട്ടു? 68.43 സ്കോർ. യു പ്രതിഭയുടെ സ്കോർ 68.43. മികച്ച സ്കോറാണ്. 70 തൊട്ടടുത്ത്. 70 എത്തുന്നു. ഓവറോൾ റാങ്കിങ്ങിൽ 66 ഉണ്ട്. യു പ്രതിഭ അവിടെ അവിടുത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരുമായിട്ട് ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാനേജ് ചെയ്യുന്നു. അതെ, ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അതാണ് 68.43. ഒരു മോശം സ്കോറേ അല്ല, 60-ൽ താഴെയല്ല, 65-ൽ താഴെയല്ല. വളരെ ഒരു വെരി ഗുഡ് പെർഫോമൻസിന് അടുത്തൊക്കെ പെർഫോം ചെയ്യുന്ന രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ യു പ്രതിഭ ഓക്കെയാണ്. എന്തായാലും ഇനി അവിടേക്ക് നമുക്ക് എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് പരിശോധിക്കുമ്പോഴേ മണ്ഡലം LDF നിലനിർത്തുമോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നോക്കാം. കായംകുളം മണ്ഡലത്തിൽ മുൻതൂക്കമാർക്ക് LDF 41.46, UDF 35.19, NDA 23.35. NDA കയറി വരുന്ന മണ്ഡലങ്ങളിൽ NDA കഴിഞ്ഞ പാർലമെന്റിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ സർവേ നടത്തുമ്പോൾ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് മാറുന്നില്ല, കായംകുളം അല്ലെങ്കിൽ അരൂര് മത്സര രംഗത്ത് അവരുണ്ടാവുന്നുള്ള സമയത്താണ് നമ്മൾ ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അതൊരു ഇടതുപക്ഷത്തിന് അത്ര ശക്തമായ അല്ല, ഒരു ഉറച്ച മണ്ഡലം പറയാൻ പറ്റില്ല. വളരെ അടുത്ത കാലങ്ങളിലൊക്കെ വളരെ ചെറിയ മാർജിൻ. എനിക്കൊന്നു ആദ്യം പ്രതിഭാഹരി ജയിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു 10,000-ന് മുകളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തവണ ഹരിതാബാബു മത്സരിക്കുന്നു, വളരെ 6,000-7,000 വോട്ടിനും കണ്ടാണ് ജയിക്കുന്നത്. അതിന് മുമ്പ് MM ഹസൻ ജയിച്ചിട്ടുണ്ട്. CK സദാശിവനൊക്കെ ജയിക്കുമ്പോൾ പഴയ മണ്ഡലത്തിൽ അല്ല, CK സദാശിവൻ ജയിക്കുമ്പോഴൊക്കെയും ചെറിയ മാർജിനാണ് ജയിച്ചിട്ടുള്ളത്. വലിയൊരു ഹാർഡ് കോർ ഒരു LDF മണ്ഡലം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇടത് മുൻതൂക്കമുള്ള മണ്ഡലമാണ് കായംകുളത്ത്. ഇപ്പോൾ LDF-ന് കായംകുളത്ത് മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമായ ഒരു വോട്ടിന്റെ സഞ്ചാരം കായംകുളത്ത് എങ്ങോട്ടാണ്? അത് പ്രതിഭാഹരിക്ക് പ്രതികൂലം അല്ല. പ്രതിഭാഹരിക്ക് പ്രതികൂലമല്ലാത്തതിന്റെ കാരണം നമ്മൾ ഈ സർവേ നടക്കുമ്പോൾ മത്സരം നടക്കുക പ്രതിഭാഹരിയും ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനാണോ എന്നൊരു സംശയത്തിലായിരിക്കാം. പ്രതിഭാഹരിക്ക് നല്ല ആ ജനവിഭാഗത്തിന്റെ വളരെ മികച്ച അഭിപ്രായം. പ്രതിഭാഹരിക്ക് വീണ്ടും ഒരിക്കൽ കൂടി സീറ്റ് കിട്ടിയേക്കാം അല്ലേ? അല്ല, നമ്മൾ അതും പരിശോധിച്ചിരുന്നു. ഈ നമ്മള് പ്രതിഭാഹരി അല്ല എങ്കിൽ 2 ടൈമിൽ പ്രതിഭാഹരി മാറുകയാണെങ്കിൽ CPM-ന്റെ സാധ്യത അല്ലെങ്കിൽ LDF-ന്റെ സാധ്യത ഇവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് CPM-ന് അല്ലെങ്കിൽ ലെഫ്റ്റിന് അവിടെ ഒരു ഹോപ്പ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം LDF-നെ സംബന്ധിച്ച് പ്രതിഭാഹരിക്ക് തന്നെ മത്സരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ലീഡ് നിലനിർത്താനും ഒരു മത്സര സ്വഭാവം കാഴ്ചവെക്കാനും BJP-യുടെ ശക്തമായ ഒരു കാൻഡിഡേറ്റ് അവിടെ ഇല്ല എങ്കിൽ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള വളരെ ശക്തമായ മത്സരം. അല്ല, ഇപ്പം ആ സിനാരിയോ മൊത്തത്തിൽ മാറി. ആ സീറ്റ് BDJS മത്സരിക്കുകയാണ്. അപ്പൊ BDJS മത്സരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വോട്ട് പെർസെന്റേജിലേക്ക് നമ്മൾ സർവേ നടത്തുമ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോ BJP അല്ല, ശോഭാ സുരേന്ദ്രൻ അല്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള വളരെ കായംകുളത്തെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ BJP എന്ന് പറയുമ്പോൾ അത് BDJS എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ലെഫ്റ്റിന് വോട്ട് ചെയ്യും. തുഷാർ വെള്ളാപ്പള്ളി അഭിലാഷ് കുട്ടനാടാണ് മത്സരിക്കുന്നതെന്ന് കേൾക്കുന്നത്. മധ്യ കേരളത്തിലെ BJP വോട്ടുകളെ അത് ലെഫ്റ്റിനും ഏതെങ്കിലും ലെഫ്റ്റിന്റെ അല്ലെങ്കിൽ UDF-ന്റെ എന്ന് പറയാൻ പറ്റില്ല. അത് അവർക്ക് താല്പര്യമുള്ളവർക്ക് മാറി മാറി ചെയ്യുന്ന വോട്ടുകളാണ് ഈ മധ്യ കേരളത്തിലെ BJP വോട്ട്. പ്രത്യേകിച്ച് BDJS ഈഴ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്ന എല്ലാ ഈഴ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഇപ്പം LDF-ന്നാണെങ്കിലും UDF-ന്നാണെങ്കിലും വലിയൊരു വോട്ട് ബാങ്കുമാണ് അവിടെ. അപ്പോൾ അവിടെയാണ് ബിപിൻ സി ബാബു എന്നൊക്കെ പറയുന്ന അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ BJP-യിലേക്ക് പോയത്, കായംകുളത്തു നിന്നാണ് പോയത്. അപ്പോൾ അവിടെ വളരെ ശക്തമായ ഒരു മത്സരം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു നിലയിൽ അഡ്വാൻറ്റേജ് LDF എന്ന് നമുക്ക് ഉറപ്പിക്കാം.